അണ്ടർബെല്ലി പാനലും ഈ ഒരു വണ്ടിയുടെ അണ്ടർബെല്ലി പാനലും നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട്. ഇതുകൂടെ ഹലോ ഗൈസ്, എല്ലാ മച്ചാമാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെല്ലാവർക്കും സുഖമില്ല. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ പൈനിയർ ബജാജിലിരിക്കുകയാണ് കേട്ടോ. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ഡൊമിനാർ 400 ലേറ്റസ്റ്റ് എഡിഷൻ ഫേസ് ലിഫ്റ്റ് വെർഷൻ വന്നിട്ടുണ്ട്, 2022 മോഡൽ. അപ്പോൾ അത് കാണാനായിട്ട് നേരെ ഞാൻ ഷോറൂമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഷോറൂമിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ മാറ്റമാണ് വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ള. ഡൊമിനാറിനെ സംബന്ധിച്ച് പറയാൻ നേരത്തെ നമ്മൾ ഡൊമിനാർ എന്ന് പറയുമ്പോൾ ഒരു ക്രൂയിസർ ബൈക്കായിരുന്നു കേട്ടോ. ക്രൂയിസർ ബൈക്കിൽ കുറച്ച് വണ്ടി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ വണ്ടിയിൽ കുറേ കസ്റ്റംസ് കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. വൈസർ ആയാലും എല്ലാം കസ്റ്റമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡൊമിനാർ 400 ബജാജ് തന്നെ കുറച്ച് കസ്റ്റം പ്രൊഡക്റ്റൊക്കെ ചെയ്ത് വണ്ടി ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈൻ പാറ്റേണിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 2022 മോഡൽ ഡൊമിനാർ 400 ഫേസ് ലിഫ്റ്റ് ആണ് കേട്ടോ. അതാ ഇരിപ്പോട്ട് വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടെ ജസ്റ്റ് കാണിച്ചിരുന്നതാ കവറിട്ട് മൂടി വെച്ചേക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈനിയർ ബജാജ് TVM വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നേരെ ഇനി വന്നാൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് വന്നാൽ കേട്ടോ. ഇവിടെ കളർ എഡിഷൻ നമുക്ക് വരുന്ന കളർ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ ഗ്രീൻ വരുന്നുണ്ട്. അപ്പോൾ 2 കളറും നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് വരിക, കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, എടുക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നുമ്പേ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളെ Instagram ID, Facebook പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണും. പവറേഷ് ആക്കാം. അപ്പോൾ അതാ നമ്മളെ വണ്ടി അങ്ങ് പൊക്കിയേക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയുടെ വാൾക്രൗണ്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റം വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ഒരു രക്ഷയില്ലാത്ത മാറ്റമാണ് വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാം ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. യൂസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺസ് ആണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗ്രാബ് റെയിലായാലും ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ പക്ക ഫിനിഷിങ് നല്ല ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിലോട്ട് വരാം. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. നമ്മൾ ഈ ഒരു പവറിലോ വേറെ ഒന്നിനും വ്യത്യാസം വരുത്തിയിട്ടില്ല. നമുക്കൊരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ടൂറിങ് മിക്കുള്ളവരും ഇതൊരു ക്രൂയിസർ ബൈക്കാണ്. നമ്മൾ ലോങ് ട്രിപ്പ് പോകാനും അതുപോലെ ട്രിപ്പും കാര്യങ്ങളും പോകാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡൊമിനാർ യൂസ് ചെയ്യുന്നത്. ഡൊമിനാറിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ അങ്ങനെയാണ്. ഒരു ക്രൂയിസർ ബൈക്കായിട്ടാണ് ബജാജ് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ക്രൂയിസർ ബൈക്കിൽ തന്നെ കൂടെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ 2022 മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു വൈസറാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല എയറോഡൈനാമിക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല വിൻ ബ്ലാസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു വൈസറാണ് വരുന്നത്. ക്ലിയർ വൈസറാണ് വരുന്നത്. ചെറിയൊരു സ്മോക്കി ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വരാൻ നേരത്തെ നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് സൈഡിൽ കൊടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ആ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയാണ് ഇതിൽ വരുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ നല്ല ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഇതിൽ ഓരോ ഈ ഒരു കസ്റ്റം പാർട്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രസമുണ്ട്. നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു വൈസറാണ് ഈ ഒരു വരുന്നത്. പിന്നെ നേരെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡ് ഗാർഡ് കാണാം കേട്ടോ. ഹാൻഡ് ഗാർഡ് നമുക്കൊരു ഫൈബറാണ്. അതുപോലെ തന്നെ ഒരു വൈസർ ടൈപ്പുള്ള ഒരു ഫൈബറും അതിൻ്റെ മേലെ വരുന്നുണ്ട്. നല്ലൊരു ഇരുമ്പ് ടൈപ്പാണ് വരുന്നത്. മേലൊരു ഫൈബർ പീസാണ് വരുന്നത്. ഇതിൻ്റെ കണക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരുമ്പാണ് വരുന്നത്. ഇത് നമുക്ക് വണ്ടി വീഴാൻ നേരം നമ്മളെ ഈ ഒരു കൈയൊക്കെ പ്രൊട്ടക്ഷനായിട്ട് വേണ്ടി ഒരു ഹാൻഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല എല്ലാത്തിലും നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നേരെ താഴോട്ട് വരാൻ നേരത്ത് നമ്മളെ സസ്പെൻഷൻ USB ഫോക്സ് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. 43 ട്രാവലിംഗ് ഉള്ളൊരു USB ഫോക്സ് സസ്പെൻഷനാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് ഫ്രണ്ട് 320 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഈ ബാക്കിൽ നമുക്ക് 230 mm ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഇതിൽ വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ
കാര്യങ്ങളോ വന്നിട്ടില്ല. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ അടുത്ത വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ക്രാഷ് കാർഡ് ഉണ്ടല്ലോ, ഈ ഒരു ക്രാഷ് കാർഡ് ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ, അതായത് ഒരു റൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓഫ് റോഡ് ഇല്ലാത്ത ഒരു റൈഡ് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്നത് നമ്മളെ വണ്ടി വീഴുകയാണെങ്കിൽ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്നത്, നല്ല രീതിക്ക് വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്രാഷ് കാർഡാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ റേഡിയേറ്ററിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്രാഷ് കാർഡ് പുതിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് റേഡിയേറ്ററിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീണ് ഈ ഒരു റേഡിയേറ്റർ നശിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് ആണ് നമുക്ക് ഈ ഒരു ചേഞ്ചിങ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഭാഗത്തെ കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് കാർഡാണ് പുതിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ബിൽ ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ക്രാഷ് കാർഡാണ്, നല്ല ലുക്കാണ് കേട്ടോ. ആ ഒരു ഇരിക്കുന്ന ആ ഒരു ക്രാഷ് കാർഡ് കൊണ്ടുവന്നതിൽ നമുക്ക് യാതൊരു വൃത്തിയോടോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ തന്നെ നമുക്കിവിടെ തന്നെ ജെറിക്കാനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ക്രാഷ് കാർഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു റേഡിയേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് നേരെ വരാൻ നേരത്തെ നമ്മൾ അണ്ടർബെല്ലി പാനൽ നോക്കിയാൽ ഒരു ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പഴയ വണ്ടി അണ്ടർബെല്ലി പാനലും ഈ ഒരു വണ്ടിയുടെ അണ്ടർബെല്ലി പാനൽ നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട്. ഇതുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർബെല്ലി പാനലാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിയാൽ നമുക്കൊരു സ്റ്റീലും അതുപോലെ ബ്ലാക്ക് ഫൈബറും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ ഫൈബറാണ് വരുന്നത്, നല്ല കട്ടിയുള്ളൊരു ഫൈബറാണ് കേട്ടോ വരുന്നത്. നല്ല കട്ടിയുള്ള ഫൈബറും ഇവിടെ നല്ല കട്ടിയുള്ളൊരു സ്റ്റീൽ മെറ്റൽ പീസാണ് ഇവിടെ വരുന്നത്. നല്ല എയർ ഡാമൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ബിൽ ക്വാളിറ്റി ഉള്ള കേട്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടി അടി മൊത്തം കവർ ചെയ്താണ് ഈ ഒരു അണ്ടർബെല്ലി പാനൽ പോകുന്നത്. നമ്മുടെ പഴയ വണ്ടിയിലായിരുന്നു ഈ ഫുൾ ഫൈബറായിരുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കുറവായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മളെ കാത്തലിക് കൺവെർട്ടർ കാണാം, പിന്നെ ഓട്ടോ സെൻസർ നമുക്ക് ഇവിടെ തന്നെ കാണാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് വരുന്നൊരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഗ്രാബാണ് കേട്ടോ. ഈ ഒരു ഗ്രാബിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയോട് കൂടിയുള്ള ഒരു ഗ്രാബാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ നല്ല ഇവിടെയൊക്കെ വെച്ച് ടാഗ് ചെയ്യാനായിട്ട് ഈ ഓരോ ഹോളും നമുക്ക് ഈ സാധനങ്ങൾ വെച്ച് ഹോൾഡ് ചെയ്ത് ടാഗ് ചെയ്യാനാണ് കേട്ടോ. നമുക്കിപ്പോൾ വലിയ ട്രിപ്പുകളൊക്കെ പോകാൻ നേരത്തെ തോനെ ബാഗും അതുപോലെ തന്നെ നമ്മളെ ഈ ടെൻറ്റും കാര്യങ്ങളൊക്കെ തോനെ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കെട്ടാൻ വേണ്ടിയുള്ള ഹോൾസും കാര്യങ്ങളും ഈ ഒരു ഗ്രാബ് റെയിലിൽ തന്നെ വരുന്നുണ്ട്. ഗ്രാബ് റെയിലൂടെ തന്നെ ഒരു ചെറിയൊരു ബാക്ക് റെസ്റ്ററും വരുന്നുണ്ട്. പില്ലിന് വേണ്ടി ചെറിയ രീതിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ആവുന്ന ബാക്ക് റെസ്റ്ററാണ് വരുന്നത്. ഇത് നമുക്ക് കസ്റ്റം ചെയ്യാൻ കേട്ടോ. ഇത് ഫുള്ള് സ്ക്രൂസാണ് വരുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ്. ഇവിടെ തോനെ സാധനം കൊള്ളും. അതുപോലെ തന്നെ നല്ല വെയിറ്റ് താങ്ങും കേട്ടോ. നല്ല ബിൽ ക്വാളിറ്റി ഉള്ളതാണ്. പെട്ടെന്ന് നോക്കിയാൽ നല്ല ബിൽ ക്വാളിറ്റിയാണ്, നല്ല കട്ടിയുള്ള സാധനം. അതുകൊണ്ട് എത്ര ലോഡ് വെച്ചാലും നമുക്ക് യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ പഴയ വണ്ടിയിൽ വന്നതുപോലെ തന്നെ ടാഗും കാര്യങ്ങളൊക്കെ പില്ലിയൻ സീറ്റിൻ്റെ അടിയിൽ വരുന്നുണ്ട്. സീറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മാറ്റവും ഇല്ല. പില്ലിയൻ സീറ്റിൻ്റെ താഴെ നമുക്ക് ഡി കൊടുത്തിട്ടുണ്ട്, ഡൊമിനാറിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം സീറ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. റൈഡറും പില്ലിയനും നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തോ അതിൽ നിന്ന് യാതൊരു മാറ്റം വരുന്നില്ല. 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ആ ഒരു BS6 എഡിഷനിൽ എങ്ങനെയാണ് വന്നത് അതേ സെയിം എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ആ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 373.3 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ബജാജിൻ്റെ ട്രിപ്പിൾ സ്പാർക്ക് സിസ്റ്റം നമ്മളെ ഡോമിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് 40 PS പവർ 8800 RPM-ലാണ് ഇതിൻ്റെ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 35 Nm ടോർക്ക്, നമുക്ക് 6500 RPM-ലാണ് ടോർക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ക്രൂയിസിങ്ങിന് വേണ്ടിയുള്ളൊരു സൂപ്പർ വണ്ടി തന്നെ നമുക്ക് പറയാം കേട്ടോ. നല്ല ക്രൂയിസിങ് ഫീലും അതുപോലെ എത്ര കിലോമീറ്ററാണ് നമുക്ക് മടുപ്പിക്കാതെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡിങ് ഒരു പൊസിഷനാണ് നമ്മളെ ഡോമിനാറിൽ വരുന്നത്. അപ്രൈറ്റ് റൈഡിങ് പൊസിഷനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. നല്ല രീതിക്ക് റൈഡ് ചെയ്യാൻ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത്തൂടെ കസ്റ്റം ചെയ്ത് നമുക്ക് ഈ ഒരു ഹാൻഡിൽ റൈസ് ചെയ്യണമെങ്കിൽ ഇത്തൂടെ നല്ല ഫീൽ കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ ആണെങ്കിൽ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ സ്ലിപ്പർ ക്ലച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ നമ്മളെ ബജാജിൻ്റെ TTSI എന്നുള്ള മെൻഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് ടോണിൽ വരുന്നത് കേട്ടോ. എഞ്ചിൻ്റെ കളറിൽ നിന്ന് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതുപോലെ തന്നെ കളർ എഡിഷനിലും വ്യത്യാസം വരുന്നില്ല. പക്ക ഒരു ബ്ലാക്കും ഗ്രീനും ആയിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് കളറിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തോട്ടൊക്കെ വരാൻ നേരത്ത് നമ്മൾ ആ സെയിം ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു സാരി ഗാർഡ് കാണാം. പിന്നെ നമ്മളെ ടെയിൽ ടൈഡി അസംബ്ലി വരുന്ന LED ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെയിൽ ടൈഡി അസംബ്ലിയാണ് വരുന്നത്. പിന്നെ നമ്മളെ ബാക്ക് പില്ലിയൻ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കീ ഹോൾ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഡൊമിനാർ 400 എന്നുള്ള മെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടാങ്കിൻ്റെ ഭാഗത്ത് തന്നെ ഒരു പാഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് മീറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഭാഗത്ത് യാതൊരു വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ഫൈബർ പീസിൽ നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു മൊബൈൽ ഹോൾഡർ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് വരുന്നത്. നല്ല പിടിച്ചാലൊന്നും അനങ്ങത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മീറ്റർ കൺസോളിൽ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ സ്കിൽ സ്വിച്ചിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ സൈഡ് സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട്. സ്പീഡോമീറ്റർ, ട്രാക്കോമീറ്റർ, ഫ്യൂൽ കേജ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. ഇത് ഡുവൽ ചാനൽ ABS ആണ് ഈ ഒരു വണ്ടി. അത് കഴിഞ്ഞാൽ വേറൊരു മാറ്റം നോക്കിയാൽ ഇവിടെ നമ്മളെ ചാർജർ വരുന്നുണ്ട് കേട്ടോ. മൊബൈൽ ചാർജറും നമുക്ക് മൊബൈൽ ഹോൾഡറിനെ പോലെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമാണ്. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് മൊബൈൽ കറണ്ട് കാണണമെന്നില്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മളൊരു വനത്തിലേക്കാണ് നമ്മൾ ടെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ബൈക്കിൽ തന്നെ മൊബൈൽ ചാർജറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയോട് കൂടി വാട്ടർ സീലാണ് കേട്ടോ. നല്ല രീതിയിൽ സീൽ ചെയ്താണ് വരുന്നത്. നമുക്ക് വെള്ളമൊന്നും കയറത്തില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് വരുന്നത്.
ആ ഒരു ക്ലോസ് ഒക്കെ നല്ല രസമുണ്ട്, പെട്ടെന്ന് തന്നെ ഒന്ന് അടയുന്നുണ്ട്. അവിടെ വാട്ടർ പ്രൂഫാണ്, ആ റബ്ബർ സീലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ കീ ഹോൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഹാൻഡിൽ നോക്കാൻ നേരത്ത് നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ്. സൈഡ് മിറർ നോക്കാൻ നേരത്ത് നല്ലൊരു അലോയ് ടൈപ്പും അതുപോലെ നല്ല ക്വാളിറ്റിയോട് കൂടി വരുന്ന ഒരു സൈഡ് മിററാണ് ഡൊമിനാറിൽ വരുന്നത്. പിന്നെ നേരെ താഴോട്ട് വന്നാൽ ഇവിടെ ഗിയർ ഇൻഡിക്കേഷൻ കാണാം. ഗിയർ ഇൻഡിക്കേഷനിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 2 ബട്ടണും വരുന്നുണ്ട്, ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമ്മൾ ഈ ഒരു മീറ്റർ കൺസോളിൽ വരുന്നുണ്ട്. നല്ലൊരു മീറ്റർ കൺസോളിൽ തന്നെ നമുക്ക് ഡൊമിനാർ 400 പറയാം. അതുപോലെ തന്നെ ഡൊമിനാർ എന്നുള്ളൊരു മെൻഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മച്ചാൻ വരെ നമ്മളെ പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ബാക്കിലെ സസ്പെൻഷനും വ്യത്യാസം വരുന്നില്ല, മോണോഷോ സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലും വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ എക്സോസ്റ്റ് നോട്ടിൽ വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ്, നല്ല മുഴക്കമുള്ള എക്സോസ്റ്റ് ആണ് കേട്ടോ. നല്ല രീതിക്ക് മുഴക്കമുള്ളതാണ്, നല്ല ലൗഡാണ് എക്സോസ്റ്റ്, നല്ല രസമുണ്ട്. ആ ഒരു എക്സോസ്റ്റ് ഡിസൈനിലൊന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട്. പിന്നെ എല്ലാം പഴയ പോലെ തന്നെയാണ്. നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് ഈ ഒരു വണ്ടി റേറ്റ് നോക്കുകയാണെങ്കിൽ 2,46,600 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഷോറൂമിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ കേട്ടോ. വണ്ടി റോഡിൽ ഇറങ്ങാൻ നേരത്ത് 2,46,600 രൂപ ആവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം, ഷോറൂമിൻ്റെ നമ്പർ. അതുപോലെ തന്നെ ഫിനാൻസും കാര്യങ്ങളും എന്തൊക്കെ, നിങ്ങൾ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് വിളിച്ചാൽ മതി, ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ ഡീടോർക്കിലോട്ട് പോകണം കേട്ടോ. നമ്മളെ ഡീടോർക്ക് ചെന്നിട്ട് നമ്മളൊരു മച്ചാൻ്റെ വണ്ടി അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് നേരെ ഡീടോർക്കിലോട്ട് പോകാം. Ready, 1, 2, 3, start. ഗായ്സ് നമ്മൾ റിവ്യൂല് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള വീട്ടുമാണ്. ടാങ്കിലൊക്കെ കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ 2 ചെയ്തിട്ടുള്ള കളറാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. നേരെ അണ്ടർബെല്ലി പാനൽ മാറിയിട്ടുണ്ട്, റൈസിങ് അണ്ടർബെല്ലി പാനലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എക്സോസ്റ്റ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഫ്രണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, മാസ്ക് ചെയ്തിട്ടുണ്ട്, വിംഗ്ലെറ്റ് ചെയ്തിട്ടുണ്ട്, വൈസർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിറർ ഇൻഡിക്കേറ്ററാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ഓണറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. വണ്ടി സ്റ്റോക്ക് എക്സോസ്റ്റാണ് വരുന്നത്, എക്സോസ്റ്റൊക്കെ സ്റ്റോക്കാണ് വരുന്നത്. അപ്പോൾ ബാക്കിലോട്ടൊക്കെ വന്ന നൈസ് ലുക്കാണ് കേട്ടോ. ആ ഒരു നല്ലൊരു കൂർത്തൊരു ഡിസൈനിങ് ആണ് ഈ ഒരു V2 വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയുടെ ഓണറിനെ ഒന്ന് വിളിക്കാം. മച്ചാനെ വാ, എന്താ പറയണ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ എത്ര രൂപയായി വർക്ക്? ഒരു 14 അടുപ്പിച്ച്. പെയിന്റ് മാത്രമായിട്ട് എത്ര രൂപയായിരുന്നു? പെയിന്റ് മാത്രം 14. വേറെ ഇല്ല, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? എക്സ്ട്രാ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് എക്സ്ട്രാ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാം കൂടെ എമൗണ്ട് എത്ര രൂപ? ഫുൾ അറൗണ്ട് ഒരു 7 ഒക്കെ ആവും. ഓക്കെ. അപ്പോൾ എന്തായാലും നൈസായിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. വണ്ടിയുടെ കളർ വരുന്ന നാഡോ ഗ്രേ ആണ് കേട്ടോ. നാഡോ ഗ്രേയിൽ ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ ഈ ഒരു ടാങ്കൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ കസ്റ്റം ടാങ്കാണ് വരുന്നത്. പിന്നെ നേരെ R1 ടാങ്കാണ് വരുന്നത്. പിന്നെ അണ്ടർബെല്ലി പാനൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വണ്ടി നൈസ് ലുക്കാണ് കേട്ടോ, നല്ല ലുക്കാണ്. ഈ ഒരു R1 സീരീസ് ഒക്കെ നല്ല നൈസ് സാധനമാണ്. നമുക്കിവിടെ നോക്കിയാൽ ഒരു റെഡ് DRL കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഒരു LED DRL വരുന്നത്. പിന്നെ ഈ ഒരു മാസ്ക് നല്ല എയറോ ഡൈനാമിക് ഡിസൈനിലുള്ളൊരു ഫുൾ നല്ലൊരു കിടിലെ മാസ്ക് ഫ്രണ്ടിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു മാസ്ക് വരുമ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് കൂടെ അഗ്രസീവായിട്ടുണ്ട്, നല്ല അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി വെളിയിലോട്ട് ഇറക്കാം ഗായ്സ്. അപ്പോൾ നമ്മളെ വണ്ടി വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് വണ്ടി വെയിലത്തോട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, നൈസാണ് ഗായ്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് വണ്ടിയെ പുറത്ത് ഇറങ്ങിക്കാം. ഹെൽമെറ്റ് റൈഡക്സിൻ്റെ ടൈറ്റാനിയം കേട്ടോ. അപ്പോൾ വെച്ചാൽ വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വണ്ടി നൈസ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ, പക്ക സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെടാതെ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബ്രോ എവിടെ പോണു? ഞാൻ ഡീറ്റോർക്ക് വരാം. പേരെന്തായിരുന്നു?
ആഫീസ് മഹേഷ് എടാ എന്ത് കാണും കേട്ടോ. ഇല്ലല്ല ഞാനേ അവിടെ വെഞ്ഞാറ് ഡ്രൈവിംഗ് പഠിക്കാൻ വരും. എല്ലാ ദിവസവും ഇങ്ങോട്ട് പോകണല്ലോ, പക്ഷെ കിട്ടൂല. അവിടെ തിരിഞ്ഞ് നിന്നിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ചെട്ടി വിട്ടാണ്. ഞാൻ ഡീറ്റോർക്ക് എന്തെങ്കിലും പരിപാടിയായിട്ടൊക്കെ ഇറങ്ങണേ. ഇന്ന് 10 മണിക്ക് റിവ്യൂലുണ്ട് പറഞ്ഞ. ഓക്കെ ശരി, അപ്പൊ കാണാം. എന്തായാലും പവർ ഐസ് ആക്കണം, എല്ലാം ഫുൾ സെറ്റ് ആയിരിക്കണം. ശരി കാണാം. അപ്പൊ ഇന്ന് വൈകിട്ട് വരും, ഞാൻ തരാം. വൈകിട്ട് വീഡിയോയിൽ വരെ. അപ്പൊ എന്റെ മച്ചാന്മാരെ നമ്മള് കണ്ടു കേട്ടോ.